നമുക്കറിയാം, പകർച്ചവ്യാധി പടരുന്നു ചെറുതായിട്ടെങ്കിലും. അതിൽ വിറച്ചു നിൽക്കുകയാണ് കേരളം. ഷിഗല്ല, ഡെങ്കി തുടങ്ങിയവ ബാധിച്ച് ഇന്നലെ 4 പേർ മരിച്ചു. 12,191 പേരാണ് പനി ബാധിച്ച് ഇന്നലെ ചികിത്സ തേടിയത്. ഇതിൽ പലരും വൈറൽ പനിക്ക് വിധേയമായി കഴിഞ്ഞവരാണ്. 12 പേർക്കാണ് ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചത്. നിപ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 43-കാരൻ ഇപ്പോഴും വെന്റിലേറ്ററിൽ ഗുരുതരമായി തുടരുന്നുവെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോഴിക്കോട് നിന്ന് വർഷ ഗിരീഷ് തത്സമയം ചേരുന്നു പകർച്ചവ്യാധിയെക്കുറിച്ച് പറയാൻ. പറയൂ വർഷ. എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ പകർച്ചവ്യാധി കേരളത്തിൽ പിടിമുറുക്കുകയാണ്. പലയിടത്തും വലിയ രീതിയിലുള്ള പനി ബാധിച്ചവരുടെ കണക്ക് തന്നെയാണ് ഉയർന്നു വരുന്നത്. 12,000 പേരാണ് പനി ബാധിച്ച് നിലവിൽ ചികിത്സയിലുള്ളത്. ഇന്നലത്തെ കണക്ക് മാത്രം നോക്കുകയാണെങ്കിൽ 12,191 പേരാണ് പനി ബാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പനി ബാധിച്ചുള്ള മരണവും വളരെ ആശങ്ക നൽകുന്നതാണ്. ഇന്നലെ മാത്രം 5 പേർ ഷിഗല്ല, ഡെങ്കിപ്പനി അല്ലാതെ പനി, വയറിളക്കം ഉൾപ്പെടെയുള്ള ബാധിച്ച് മരിച്ചിട്ടുണ്ട്. ഇന്നലെ 12 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 105 പേർക്കാണ് സംസ്ഥാനത്ത് ഡെങ്കിപ്പനി ഉള്ളത്. ഇങ്ങനെ നിരവധി പകർച്ചവ്യാധികൾ കേരളത്തിൽ വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട കാര്യം. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ജാഗ്രത മതി എന്ന് ആരോഗ്യവകുപ്പ് നിരന്തരം പറയുന്നുവെങ്കിലും ഇങ്ങനെ ഈ ഒരു പനി ബാധിതരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് വളരെ ആശങ്ക നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് മരണനിരക്ക് ഉയരുന്നു എന്നുള്ള കാര്യവും. ഇന്നലെ മാത്രം ഞാൻ സൂചിപ്പിച്ച പോലെ 5 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. നിലവിലെ കണക്കനുസരിച്ച് ഇപ്പോൾ 150ഓളം പേർക്കാണ് സംസ്ഥാനത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ തന്നെ കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് 74 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കുട്ടിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഏറ്റവും കൂടുതൽ ഈ ഷിഗല്ല കുട്ടികളിലാണ് വ്യാപിക്കുന്നതും മരണനിരക്ക് കൂടുന്നതും. അതും വളരെ ഒരു ആളുകളെ സംബന്ധിച്ച് ആശങ്ക നൽകുന്ന കാര്യമാണ്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിപ്പയാണ്. കോഴിക്കോട് ജില്ലയിൽ നിപ്പ ബാധിച്ച് ചികിത്സയിലുള്ള ഫറോക്ക് സ്വദേശിയായ 43-കാരന്റെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ള ഫലങ്ങളെല്ലാം നെഗറ്റീവ് ആണെന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയാവുന്ന ഏറ്റവും ആശ്വാസകരമായ കാര്യമെന്നുള്ളത്. ഈ രോഗബാധിതനുമായി ബന്ധപ്പെട്ട് പ്രാഥമിക സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ഉൾപ്പെടെ പരിശോധന ഫലം നെഗറ്റീവ് ആണെന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിനെയും അതേപോലെ തന്നെ നമ്മളെ നാട്ടുകാരെയും എല്ലാം സംബന്ധിച്ച് ഏറ്റവും ആശ്വാസം നൽകുന്ന കാര്യം. ആകെ 9 പേരായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. അതിൽ 5 പേർ ആശുപത്രി വിട്ടു. ഇപ്പോൾ 4 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. അതോടൊപ്പം തന്നെ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ തന്നെ ഹൈ റിസ്കിലുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. ഇതെല്ലാമാണ് നിപ്പയെ കുറിച്ച് പറയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ ആശ്വാസം നൽകുന്ന കാര്യം. അപ്പോഴും ഈ രോഗബാധിതന്റെ നിലയിൽ യാതൊരു മാറ്റവും ഇല്ല എന്നുള്ളതും ആശങ്കയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിപ്പ ബാധിച്ച് ഇപ്പോൾ നെഗറ്റീവ് കേസുകൾ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിന്റെ ഉറവിടം കണ്ടെത്തിയില്ല എന്നുള്ളത് ഏറ്റവും ആശങ്ക നൽകുന്ന കാര്യമാണ്. ഇപ്പോഴും ഈ ആൾക്ക് ഇവിടുന്ന് ഈ നിപ്പ വൈറസ് കിട്ടിയെന്നുള്ള കാര്യം ഇപ്പോഴും ആരോഗ്യവകുപ്പിന് വ്യക്തമായിട്ടില്ല. അതിനുവേണ്ടിയുള്ള പരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. ഇന്നലെയും ഈ നിപ്പ സ്ഥിരീകരിച്ച ഭാഗത്തു നിന്നും വളർത്തുമൃഗങ്ങളുടെ നായ, പൂച്ച ഉൾപ്പെടെയുള്ളവരുടെ മൂക്കിലെ സ്രവവും അതുപോലെ തന്നെ വവ്വാലുകളുടെ കാഷ്ടവും ഉൾപ്പെടെ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ എല്ലാം ഫലം വരേണ്ടതുണ്ട്. എല്ലാ വർഷവും ഇങ്ങനെ കോഴിക്കോട് ഉൾപ്പെടെ നിപ്പ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോഴും വ്യക്തമായ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ ഒരു പോരായ്മയെ തുടരുന്നത്. ഇനി ഇതെങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യമാണ് ആരോഗ്യവകുപ്പ് ചിന്തിക്കേണ്ടത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.